കോൺഗ്രസിലെ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള ചർച്ചകളെ തള്ളി മുസ്ലിം ലീഗ്. ജനവികാരം കണക്കിലെടുക്കണമെന്ന് ലീഗ് നേതൃയോഗത്തിൽ നേതാക്കൾ ആവശ്യപ്പെട്ടു. ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ കാര്യമാക്കുന്നില്ലെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നിലവിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ പങ്കെടുക്കേണ്ടതില്ല എന്നാണ് ലീഗിന്റെ തീരുമാനം. മന്ത്രിസ്ഥാനങ്ങൾ ചോദിച്ചു വാങ്ങുന്ന രീതി ലീഗിനില്ല എന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷമായിരുന്നു ഈ പ്രതികരണം. അതൊക്കെ നമ്മളും 10 ദിവസത്തിൽ കുറക്കാൻ നമ്മൾ വിചാരിച്ചാലും പറ്റുമല്ലോ. ഞങ്ങളൊന്ന് ചർച്ച ചെയ്ത് നോക്കട്ടെ, വല്ല വഴിയുണ്ടോ. അജയ് കുഞ്ഞുമോൻ കോഴിക്കോട് വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, ഈ തുടക്കം തൊട്ട് സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും ഉണ്ടാകുന്ന ഈ മുഖ്യമന്ത്രി ചർച്ചയെ അതിൽ നിന്നൊരു ദൂരം പാലിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ്. അത് പരസ്യമായി അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഏതു പക്ഷത്ത് നിൽക്കും എന്ന കാര്യത്തിൽ ലീഗിനൊരു നിലപാടെടുക്കേണ്ടി വരും. ഇപ്പോൾ പി.കെ. കുഞ്ഞാലിക്കുട്ടി പറയുന്നതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? നിലവിൽ ചർച്ചയിൽ ഇല്ലെങ്കിലും പിന്നീട് എന്തൊരു നിലപാട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടോ? ദിൽന സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറേ ദിവസമായി ഈ മുഖ്യമന്ത്രി വിഷയവുമായി ബന്ധപ്പെട്ട വലിയ തലത്തിലുള്ള ചർച്ചകൾ കോൺഗ്രസിന്റെ വിവിധ ഹാൻഡിലുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടുത്ത് ഉയർത്തുമ്പോൾ ഇതിനോട് കടുത്ത വിയോജിപ്പാണ് ലീഗിനുള്ളത്. ലീഗിന്റെ നേതൃയോഗമായിരുന്നു ഇന്ന് നടന്നിരുന്നത്. ആ നേതൃയോഗത്തിൽ പ്രധാനമായും ഉയർന്നുവന്ന ഒരു കാര്യം ജനവികാരത്തെ മാനിക്കണം, ജനവികാരത്തെ കണക്കിലെടുക്കണം. UDF-ന് ഒരു കീഴ്വഴക്കമുണ്ട്. ആ കീഴ്വഴക്കത്തിനനുസരിച്ച് മാത്രമായിരിക്കണം ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ പറ്റിയുള്ള ചർച്ചകൾ, മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ്. അത് ആ രീതിയിൽ തന്നെ ആകണം. അത് പതിറ്റാണ്ടുകളായി അങ്ങനെ തന്നെയാണ്. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നുള്ള ഒരു അഭിപ്രായമാണ് ലീഗ് നേതൃയോഗത്തിൽ ഉണ്ടായിരുന്നത്. അത് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടിയും PMA സലാമും അടക്കമുള്ള ആളുകൾ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. വലിയ തലത്തിലുള്ള അതൃപ്തി ഈ VD സതീശൻ, ഒപ്പം തന്നെ KC വേണുഗോപാൽ ഇവർക്ക് അനുകൂലമായിട്ടുള്ള മുഖ്യമന്ത്രി ആവാനുള്ള ക്യാമ്പയിനെതിരെ വലിയ തരത്തിലുള്ള അതൃപ്തി മുസ്ലിം ലീഗിനുണ്ട്. കഴിഞ്ഞ ദിവസം സാദിഖ് അലി തങ്ങൾ അതടക്കം വലിയ തലത്തിൽ അതിന് വിമർശനം ഉന്നയിക്കും. ലീഗിന് ഒറ്റ നിലപാട് മാത്രമേ ഉള്ളൂ. ആ നിലപാട് ഇലക്ഷൻ കഴിഞ്ഞതിന് കൂട്ടായ്മ തീരുമാനത്തോടെ, അതായത് UDF-നുള്ളിൽ കൂട്ടായ്മ ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനത്തിനനുസരിച്ച് മാത്രമേ നീങ്ങാവൂ എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ലീഗിനെ സംബന്ധിച്ച് പ്രധാനമായും ഉണ്ടായിരുന്നത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും കൂടി എടുത്തു പറയണം ദിൽന, അമൽ. അതായത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതൊരു കീഴ്വഴക്കമുണ്ട്. ആ കീഴ്വഴക്കത്തിനനുസരിച്ച്, അതായത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾ അല്ലാതെ മറ്റൊരാളെ പരിഗണിക്കരുത് എന്ന തലത്തിലുള്ള ഒരു പരാമർശം കൂടി നൽകിയിട്ടുണ്ടായിരുന്നു PMA സലാമും കുഞ്ഞാലിക്കുട്ടിയും. അതുകൊണ്ട് തന്നെയാണ് അവർ പറഞ്ഞത് UDF-ന് ഒരു കീഴ്വഴക്കമുണ്ട്. ആ കീഴ്വഴക്കത്തിനനുസരിച്ച് മാത്രമേ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നടക്കമുള്ള വിഷയങ്ങളാണ് പ്രധാനമായും ഇന്ന് നേതൃയോഗത്തിൽ ഉയർന്നു വന്നത്. അമൽ, അജയ് കുഞ്ഞുമോൻ കോഴിക്കോട് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മെയ് 4-ന് ശേഷമാണ് സത്യത്തിൽ ഈ ചർച്ചകൾ നടക്കേണ്ടത്. അതിന് മുൻപേ ഈ ചർച്ചകൾ നടത്തുന്നത് തങ്ങൾ ജയിക്കുമെന്ന നല്ല ആത്മവിശ്വാസമുണ്ട് എന്നാണ് ഇന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് ഒപ്പം ഇരുന്നു കൊണ്ട് PMA സലാം പറഞ്ഞത്. അപ്പോഴും ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ മത്സരിച്ചവരല്ലാത്തവർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ടതില്ല എന്നുകൂടി ആ യോഗത്തിനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.